ഹലോ വെൽക്കം വൺസ് അഗെയിൻ ടു ലിറ്റി ലോകനാഥ്സ് ലൈഫ് കോച്ച് വിത്ത് ലവ്. അപ്പോൾ സ്നേഹത്തോടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർക്ക് കേൾക്കുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. എനിവേ ഐ എം സോ ഹാപ്പി. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു +2 ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ ഇന്നിങ്ങനെ ഭയങ്കര ചൂടും ഒക്കെ ആയിട്ടുള്ള സാഹചര്യത്തിൽ അവരുമായിട്ടൊരു സ്മോൾ ടോക്കിൽ ഇങ്ങനെ ഏർപ്പെട്ടപ്പോൾ the students are saying about the films and especially about Marco. അപ്പോൾ നമുക്ക് ആ പേര് അവിടെ നിൽക്കട്ടെ, അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. വല്ലാതെ വയലൻസ് അടങ്ങിയ ചിത്രങ്ങൾ കുട്ടികളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത്. അപ്പോൾ 1-2 പേരാണ് മാർക്കോയുടെ വയലൻസിനെ പറ്റി കുറച്ച് സംസാരിച്ചത്. ബാക്കിയുള്ളവരൊക്കെ അതിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു, തേർഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. സോ വെൻ ഐ സെഡ് ദാറ്റ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ഹരമായി. എനിക്ക് കൂടുതൽ എനിക്ക് പറഞ്ഞു കേൾപ്പിക്കാനും അതിലെ വയലൻസിൻ്റെ രംഗങ്ങളൊക്കെ വിശദീകരിക്കാനും ഒക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ് കാലം മാറിയൊരു സംഗതിയെ പറ്റിയിട്ട്. അല്ലെ, ഞാൻ ഷോർട്ടിൽ പറഞ്ഞതുപോലെ വെൻ ക്യാരക്ടർ ഇസ് ലോസ്റ്റ് എവറിത്തിങ് ഇസ് ലോസ്റ്റ്. അപ്പോൾ ഈ സ്വഭാവം എന്ന് പറയുന്നതിൻ്റെ രൂപവൽക്കരണം ഒരു കുട്ടിയുടെ 2 വയസ്സ് വരെയാണെന്നാണ് പറയുന്നത്. അന്നേരം അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ആ കുട്ടിയോട് ഉള്ള അപ്രോച്ച്, ദ കെയർ, ദ അഫെക്ഷൻ, അതെല്ലാം കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും എന്നാണ് പറയുന്നത്. കുട്ടിയുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു വെള്ള സ്ലേറ്റ് പോലെയാണ്. ടാബുല റാസ എന്നാണ് അതിന് പറയുന്നത്. അതിലെന്ത് എഴുതിയാലും തെളിഞ്ഞു വരും. ഇപ്പോൾ 2 വയസ്സ് വരെ കഴിയുമ്പോൾ പിന്നെ സൊസൈറ്റൽ ഇൻഫ്ലുവൻസ് വരും. ആ സൊസൈറ്റിയിൽ അടങ്ങുന്നതാണ് നമ്മുടെ ബാഹ്യമായ കാഴ്ചകൾ. അനദർ തിങ് ഇറ്റ് ഈസ് ദാറ്റ് എ മാൻ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് വാട്ട് ഹീ ഈസ് സീയിങ്, വാട്ട് ഹീ ഈസ് ഹിയറിങ്, വാട്ട് ഹീ ഈസ് ഫീലിംഗ്, വാട്ട് ഹീ ഈസ് എക്സ്പീരിയൻസിങ്, വാട്ട് ഹീ ഈസ് ടച്ചിങ്. ഇതൊക്കെയാണ്. ആൻഡ് അബവ് ഓൾ വാട്ട് ഹീ ഈസ് റീഡിങ്. അപ്പോൾ അവൻ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ സംഗതികളുമാണ് അതിൻ്റെ ആകെത്തുകയാണ് അവൻ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മീഡിയകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. പേപ്പർ എടുത്ത് നോക്കാൻ വയ്യ. ഈ പറയുന്ന വയലൻസിൻ്റെ ഒരു വലിയ പ്രഹേളികയാണ്, ബിഗ് പനോരമയാണ് പേപ്പർ എന്ന് പറയുന്നത്. ഞാൻ നോക്കാറില്ല. പിന്നെ TV വെച്ച് കഴിഞ്ഞാൽ, വാർത്ത വെച്ച് കഴിഞ്ഞാൽ ദ സെയിം തിങ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. എന്തൊക്കെ ഈവിൾസ് ഉണ്ടോ അതൊക്കെയും നിരത്തിയിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി. അതിനൊരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം ഇത് വാർത്ത വന്നിരുന്നു. ആലുവാപ്പുഴയിൽ നിന്ന് ഒരു അച്ഛൻ മകളെയും കൂട്ടി ആലുവാപ്പുഴയുടെ ബ്രിഡ്ജിൽ നിന്നും ചാടിയിരുന്നു. ദ സെയിം തിങ് ഇറ്റ് ഹാപ്പൻഡ് ആഫ്റ്റർ 1 വീക്ക്. അപ്പോൾ മനുഷ്യനെ എത്രത്തോളം, മനുഷ്യൻ്റെ സ്വഭാവത്തെ എത്രത്തോളം ഇതൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. അപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു വന്നത്, ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ വയലൻസ്. അതിൻ്റെ കാരണം മാതാപിതാക്കളാണ്. വീട്ടിൽ ഈ പറയുന്ന TV അല്ലെങ്കിൽ ഈ പറയുന്ന OTTയിൽ റിലീസ് ചെയ്യുന്ന ഇങ്ങനത്തെ ചിത്രങ്ങളിലൂടെ കുട്ടികളിലേക്ക് എത്തുന്ന വയലൻസ്. അപ്പോൾ അവർ ഇത് മനസ്സിലാക്കുന്നത്, വെൻ എ സിറ്റുവേഷൻ ഈസ് അറൈസിങ് ഐ ഷുഡ് ആക്ട് ലൈക്ക് ദിസ്. അതിപ്പോൾ വീട്ടിലാണെങ്കിലും അല്ല, ഇപ്പം നമ്മൾ നിരന്തരം കേൾക്കുന്ന ആത്മഹത്യകൾ, അച്ഛനും അമ്മയും ഒന്ന് വഴക്ക് പറഞ്ഞു ഉടനെ പോയി ആത്മഹത്യ ചെയ്യുക. നോക്കൂ, എത്ര പ്രഷ്യസ് ആയിട്ടുള്ളൊരു ജീവിതമാണ്. എത്ര നാൾ വരെ ജീവിച്ച് തീർക്കണമാണ്. സ്പർ ഓഫ് മൊമെൻറ്റിൽ തോന്നുന്ന വിചാരങ്ങൾ ഇവർക്ക് എങ്ങനെ വരുന്നു? ഇതെങ്ങനെയാണ് കൈമോശം വന്നത്? നമ്മുടെ എല്ലാം സമൂഹം ഇപ്പോൾ തിന്മയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഉദാഹരണങ്ങളാണ് നമ്മുടെ എന്താ പറയുക. അപ്പം ലിറ്ററേച്ചർ ഓർ ദ മീഡിയ ഓർ വാട്ട് വി ആർ സീയിങ് ഓൺ ദ ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് വാട്ട് വി ആർ തിങ്കിങ് എന്നാണ്. നമ്മളുടെ ചിന്തകളാണ് സ്ക്രീനിൽ കാണുന്നത്, അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നോ അത് തന്നെയാണ് നമ്മൾ. അപ്പോൾ സമൂഹവും ആൾക്കാരും ചിന്താഗതികളൊക്കെ മാറി തുടങ്ങിയതിൻ്റെ വളരെ എളുപ്പത്തിലുള്ളൊരു ഉദാഹരണമാണ് കൂടി വരുന്ന ഈ വയലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കളെല്ലാം നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഇതെല്ലാം കണ്ട് വയലൻസിന് വേണ്ടി സജ്ജമായി നിൽക്കുന്നു. വേറൊരു കൂട്ടം ആൾക്കാർ ഇതിലൊന്നും പെടാതെ വളരെ മിതമായ രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു.
ഇവ രണ്ടുപേരും അടങ്ങുന്ന, അല്ലെ, രണ്ട് എക്സ്ട്രീമിലുള്ളവരും കൂടെ അടങ്ങുന്ന ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ആളിനെ നമ്മൾ എങ്ങനെ മനസ്സുറപ്പിച്ച് പുറത്തേക്ക് വിടും എന്നുള്ളതാണ് വിഷയം. എല്ലാവർക്കും ഒരുപോലെ ആവാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വലിയ വയലൻസിനെ ഇഷ്ടപ്പെടുന്നു, ഒരു കൂട്ടം ആൾക്കാർ സാധാരണ രീതിയിൽ ചിന്തിച്ചും പ്രവർത്തിച്ചും പോകാൻ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും കുട്ടികളുടെ മനസ്സിൽ ഇത്രത്തോളം ഇന്ന് ഇത് കേട്ടറിഞ്ഞ് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഒരു കൂട്ടം ആൾക്കാർ എന്നെ അത് ഇറിറ്റേറ്റഡ് ആക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് കുട്ടികൾ അതിലെ രംഗങ്ങളൊക്കെ എന്നോട് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഹൗ ഡെയർ ദേ ആർ എന്നുള്ളത് ചിന്തിക്കണം. നമ്മളൊക്കെ പണ്ട് ടീച്ചർമാരെന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ചതാണ്, അല്ലേ, മാതാപിതാ ഗുരു ദൈവം, ദൈവത്തിനും മുകളിലാണ് ഗുരു. അപ്പോൾ ഇപ്പോഴും ആ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഗുരുത്വം എന്ന് പറയുന്നത് എവിടെയൊക്കെയോ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു ടീച്ചറിനോട് ടീച്ചറിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവർ പറയാണ്. അപ്പോൾ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ദ സെയിം വയലൻസ് സിറ്റുവേഷൻ ദർ റൈസിങ് ആൻഡ് എൻവലപ്പിംഗ് ദം എന്നുള്ളത് നമ്മൾ കണ്ട് തിരിച്ചറിയണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വളർന്നു വരുന്ന ജനറേഷൻ, they are ignorant about what is happening, what will be going to be given by them to from others എന്നുള്ളത് അവർക്കറിയില്ല. അപ്പം മാതാപിതാക്കളെങ്കിലും അതിൻ്റെ കാര്യത്തിൽ അവെയറായിരിക്കുക. ഇത് ഒരു വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ OTT റിലീസ് എന്ന് പറഞ്ഞിട്ട് പലതും നമ്മുടെ മുറികളിലേക്ക് വരും. അതെല്ലാം അവരെ കാണിക്കാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും കുട്ടികൾ കൈവിട്ടു പോകും. അപ്പോൾ നാളത്തെ ഒരു ജനറേഷൻ നമുക്ക് മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞു തന്ന നോൺ വയലൻസ്, അല്ലേ, മനസാ വാച കർമ്മണ, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആർഷഭാരത സംസ്കാരം ഉൾക്കൊണ്ട് വളർന്നു വന്ന ഒരു വലിയ സംസ്കാരമാണ് നമുക്കുള്ളത്. അത് വലുതായ രീതിയിൽ ബലി കൊടുക്കാതെ കുട്ടികളെ നിങ്ങൾ തന്നെ കാത്ത് സംരക്ഷിക്കുക. So, thank you so much, and beware of everything. Keep your children safe with you. Thank you.